മലപ്പുറം എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്തതിന് ഗാർഹിക പീഡനം മൂലമെന്നൊരു ആരോപണം വരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ഇതിന് കൂട്ടുനിന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. ഇവൻ പറഞ്ഞത് അത് ജോലിയില്ല, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത് എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കണം, ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ബൈക്കുമ്മയും കൂടി കയറ്റി കൊണ്ടുപോകില്ല. പിന്നെ വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ വിഷ്ണു കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്, എന്നാലേ എനിക്ക് നീതി കിട്ടില്ല. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. അഷ്കർ അലി, വീണ്ടും ഒരു ഗാർഹിക പീഡന വിഷയമാണോ വരുന്നത്? വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സ്ത്രീധനം അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്കർ? അരുൺ, 2023 മെയ് മാസത്തിലാണ് എളങ്കൂർ സ്വദേശിയായിട്ടുള്ള പ്രബിനും അതുപോലെ തന്നെ പൂക്കോട്ടുമട സ്വദേശിയായിട്ടുള്ള വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച, അതോ ജനുവരി 30 പ്രബിൻ്റെ ഭർത്താവ് പ്രബിൻ്റെ എളങ്കൂരിലുള്ള വീട്ടിൽ അവരുടെ കിടപ്പ് മുറിയിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുജയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇപ്പോൾ ആ സംഭവത്തിലാണ്, അഥവാ വിവാഹം കഴിഞ്ഞ് 2 വർഷമാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ വിഷ്ണുജ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വിഷ്ണുജയുടെ കുടുംബം ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി മാനസികമായും ശാരീരികമായും വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ പോലെ സൗന്ദര്യമില്ല, അതല്ലെങ്കിൽ മതിയായ ശാരീരിക പ്രകൃതി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള ഉപദ്രവം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ സമ്മർദ്ദത്തിന് അടിമയാക്കിയിരുന്നു. എൻ്റെ ജോലി ഇല്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിനക്ക് കഴിയാമെന്ന് നീ വിചാരിക്കേണ്ടതെന്നടക്കമുള്ള ജോലിയുടെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ്, സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ്, അങ്ങനെ പല രീതിയിൽ വിഷ്ണുജയെ മാനസികമായും അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് ശാരീരികമായുള്ള പല ഉപദ്രവങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ വിഷ്ണുജയുടെ ശരീരത്തിൽ മുറിവുകളടക്കം ഉണ്ടായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അത് പോലീസിൽ പരാതിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരുന്നത്. നിലവിൽ ഇതുവരെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നലെ മഞ്ചേരി പോലീസ് ഇവരുടെ വീട്ടിലെത്തി പ്രാഥമികമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണുജിയുടെ മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ പോകുമ്പോഴടക്കം കൂടെ കൂട്ടാത്ത വിധത്തിൽ അകറ്റി നിർത്തിയിരുന്നു വിഷ്ണുജയെ എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഓക്കെ അഷ്കർ, ചില പ്രേക്ഷകർ ചോദിക്കുന്നു, അയാൾ ആ പയ്യന്റെ ഫേസ് ഒന്ന് കാണിക്കും, അവന്റെ സൗന്ദര്യം ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അത് FIR ഇടാത്ത സാഹചര്യത്തിലാണ് അയാളുടെ ഫേസ് നമ്മൾ കാണിക്കാത്തത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത്. അന്വേഷണത്തിന് ശേഷം FIR ഇടട്ടെ. പോലീസിന്റെ പ്രാഥമികമായി ഈ കേസ് നിലനിൽക്കുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാം.